നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മട്ടൺ ചാപ്സ് അല്ലേ? ഒരു മട്ടൺ ചാപ്സ് ഉണ്ടാക്കാം. തുടങ്ങിയല്ലേ? തുടങ്ങിയാട്ടോ നമുക്ക്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തവ, ഇത് നമ്മുടെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ, അതിൽ തന്നെ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല കാറ്റും കിട്ടുന്നുണ്ട് ഇവിടെ കിച്ചണിൽ. എയർ സർക്കുലേഷൻ ഉള്ളൊരു കിച്ചണാണ്. നല്ല കാറ്റ് എല്ലാം കൊള്ളാം. റോഡ് സൈഡല്ലേ നല്ല കാറ്റ്. റോഡ് സൈഡ് കണ്ടപ്പോൾ തന്നെ സൗണ്ടും ഉണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് എന്തൊക്കെയാണ് നമ്മൾ എന്താണ് ഇനി ചേർക്കാൻ പോകുന്നത്? വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി മെയിനായിട്ട് വെളുത്തുള്ളിയാണല്ലേ. വെളുത്തുള്ളി ചൂടെണ്ണയിൽ അങ്ങ് ചേർക്കാണ്. നല്ല ശബ്ദം കേൾക്കണല്ലേ? തിളക്കണേൻ്റെ നന്നായിട്ട് പൊങ്ങിത്തെറിക്കാൻ കിട്ടാം. അത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയാണ്. നന്നായിട്ട് ചതച്ച വെളുത്തുള്ളി എല്ലാം ചതയനാന്ന് തോന്നുന്നു. മൊത്തം ചതച്ചരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയതല്ലേ? അതെന്താണ് നമ്മൾ ഇങ്ങനെ ഒന്നേന്ന് രണ്ട് തന്നെ പേസ്റ്റും ചതവും എല്ലാം കൂടി ചേർത്തിരുന്നു. പണ്ട് കാലത്ത് ചതച്ചോണ്ടിരുന്നു. ഇപ്പൊ കാലം മാറിയല്ല, മിക്സി വന്നപ്പോൾ അരപ്പായി. അല്ല നമ്മളിപ്പോ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഒന്നേന്ന് പറഞ്ഞ ഇതാണ്ടേ. സവോള കുനുവിനരിഞ്ഞത് ഫൈൻ ചോപ്ഡ് അല്ല, എന്നാലും ചെറിയ രീതിയിൽ ചോപ്ഡ്. അതിൻ്റെ കൂടെ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചി അല്ലേ? ഇഞ്ചി നന്നായി പേസ്റ്റ് ചെയ്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് അരച്ച് നമ്മൾ നേരത്തെ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിലപ്പോൾ എന്തുകൊണ്ടാണ് മട്ടൺ സ്പെഷ്യാലിറ്റിയിലോട്ട് തിരിഞ്ഞത്? ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ മട്ടൻ്റെ സ്പെഷ്യാലിറ്റീസും എല്ലാം കിട്ടുന്ന സ്ഥലം തിരുവനന്തപുരം തോന്നുന്നു അല്ലേ? എല്ലായിടത്തും മിക്കയിടത്തും നല്ല നല്ല സ്പെഷ്യാലിറ്റി ഹോട്ടൽസും ഉണ്ട്. മട്ടനും ബീഫുമാണ് തിരുവനന്തപുരത്ത്. ഈ ഭാഗത്ത് തിരുവനന്തപുരത്ത് പറയുമ്പോൾ ഓരോ ഭാഗത്തും ഓരോ ടേസ്റ്റാണ്. ഓരോ ഭാഗത്ത് ഈ ഭാഗത്ത് ഇതാണ്. ഓരോ ഭാഗത്തും ഉണ്ട് നമ്മുടെ മട്ടൻ സ്പെഷ്യാലിറ്റീസ്. ഓരോ ഭാഗത്തും ഓരോന്നിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഇത് ബാക്കിയുള്ള വൈകുന്നേരത്തേക്കുള്ളതല്ലേ? ഇപ്പൊ കഴിയിട്ടാണ് നല്ലൊരു ഗ്രീൻ കളറായി മൊത്തം. നല്ല പച്ചമുളക് കുത്തിലും മൂക്കിക്കാറുണ്ട് അരച്ചതിൻ്റെ അല്ലേ? മണല്ല, മറ്റേ എരിവ് വേണമല്ലോ. അല്ല, മൂക്കി കയറുന്നുണ്ട്. മറ്റേ ഇതിൻ്റെ വന്നിട്ട് ഫ്ലേവർ വന്നിട്ട് ശരിക്കും നന്നായിട്ട് വഴറ്റി. എന്താ പറയുക, പേസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിക്കാണ്. മറ്റേ മൊത്തം തിക്കാണ് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ. നമ്മുടെ മട്ടൻ മട്ടൻ വന്നു, മട്ടൻ ചാടി. നമ്മുടെ മട്ടൻ കറിയുടെ കളർ ഇപ്പോൾ പച്ചരിക്കും. ഇവിടെ പണ്ട് കളറുകളൊക്കെ വളരെ ചേർക്കുമായിരുന്നു ഇറച്ചിയുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർക്കുന്നില്ല. കളറ് ടേസ്റ്റിന് വേണ്ടിയുള്ള ഐറ്റങ്ങൾ കൃത്രിമമായിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ സാധാരണ സാധനങ്ങളൊക്കെ അരച്ചും പിടിച്ച് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് വീട്ടിൽ ചെയ്യുന്ന പോലെ കളർ ചേർത്ത് ഷോ എല്ലാം പണ്ട് കാണിച്ചുകൊണ്ടിരുന്നു. കോഴിയൊക്കെ പരിച്ച് വെച്ചാൽ ചുവന്നിരിക്കും. പക്ഷെ അത് ആരോഗ്യത്തിന് കേടാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതെല്ലാം നിർത്തി. ശരിക്കും നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കളർ, നമ്മുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ചുവന്ന മുളകിന്റെയും മുളക് പൊടിയുടെ എല്ലാത്തിനും കളർ കയറണ നാടൻ. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ചേർത്തിട്ട് എന്തിനാണ് അല്ലേ? നല്ല ഗ്രീൻ ഗ്രേവി ആ ഒരു ടൈപ്പായിട്ടുണ്ട്. കാരണം ഇത് തെറിച്ചോണ്ടിരിക്കുകയാണ് മൊത്തം. ഇത്തിരി ചൂടുള്ള ചേർത്തിട്ടുണ്ട്. പഠിക്കണമല്ലേ? അപ്പോൾ ശരിക്കും ഒന്ന് ഇത്തിരി ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതൊന്ന് തിളയ്ക്കണം. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം അല്ലേ? ഇവിടെ മഞ്ഞൾപ്പൊടി, അത് കുറച്ച് മഞ്ഞൾപ്പൊടി മൊത്തം ചേർത്തൊന്ന് എല്ലാം നമ്മുടെ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് എന്താ വിഷാംശങ്ങളുണ്ടെങ്കിലും തരും. വിഷാംശമെല്ലാം കളയാൻ വേണ്ടി അങ്ങനെ എപ്പോഴും നല്ലതാണ്. ഇത് വേകണം. അത് ഒരു മണിക്കൂറാ? ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നില്ല. മട്ടനല്ലേ, എങ്ങനെ ഉണ്ടാക്കണല്ലേ? വെയിറ്റ് ചെയ്യാതെ അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഒരു മണിക്കൂർ ഒന്നുമില്ല. നല്ല പ്രകൃതി രമണീയമായ വെയിലുണ്ട്. നോക്കി അപ്പോൾ കുറേ
വരെ വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ ആയിട്ടില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മസാലപ്പൊടി കിടന്നല്ലോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ശരിക്കും കുറുകി ആയപ്പോഴത്തേക്ക് ഇനിയും നമ്മൾ മസാലപ്പൊടിയും ബാക്കി ചേരുവകളൊക്കെ ചേർക്കണം. അല്ല കേട്ടോ? ചേർക്കാം. മസാലപ്പൊടിയാണ് ചേർക്കില്ല. മസാലപ്പൊടി ആദ്യം മുളക് പൊടി ഇട്ടുണ്ട്. പിന്നെ അല്പം മല്ലിപ്പൊടി ചേർന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം. കുറച്ച് മല്ലിപ്പൊടി പിന്നെ പെരുംജീരകപ്പൊടി അത് അല്പം കൂടുതലിടുക. ഏതാ? പെരുംജീരകം. പിന്നെ ഗരം മസാല. ഇതിലൊന്ന് പട്ട, ഗ്രാമ്പു, ഏലക്ക. ഒന്നും മിണ്ടാണ്ടിരിക്കുമോ? പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ജാതിപത്രി എല്ലാം ഇട്ടിട്ട് ചേർത്ത് പൊടിയാണ്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഗരം മസാലയുടെ സീരിയസ് സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഫ്ലേവർ ഇതങ്ങനെ ഇളം തീയിൽ ഒരു അരമണിക്കൂർ ഇടണം. ഇളം തീയിൽ നല്ല സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂറോളം ശരിക്കും അങ്ങിട്ട് വേവിക്കണം. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം.